ഹലോ മക്കളെ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ മക്കളും SSLC എക്സാമും അതിൻ്റെ മോഡൽ എക്സാമൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് SSF കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സലൻസി ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പോയിലാണ് നിങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ഹിസ്റ്ററിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, SSൽ ഹിസ്റ്ററിയിൽ ജോഗ്രഫി ഉണ്ട്. ആ ഹിസ്റ്ററി ജോഗ്രഫി വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും എസ്സേ ക്വസ്റ്റ്യൻ അടക്കമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതും ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ്. ആ ഹിസ്റ്ററിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ, നിങ്ങൾക്ക് SLC എക്സാമിന് 100% വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഒന്നാം ചാപ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. നോക്കിക്കോളൂ മക്കളെ, ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബട്ട് SLC എക്സാമിന് അതിൽ നിന്നും 4 വിപ്ലവങ്ങൾ മാത്രം അല്ലെങ്കിൽ റവല്യൂഷൻസ് മാത്രം പഠിച്ചു പോയാൽ മതിയാവും. ഒന്നാമത്തെ റവല്യൂഷൻ ഏതാണെന്ന് നോക്കാം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. രണ്ടാമത്തത് ഫ്രഞ്ച് റവല്യൂഷൻ. മൂന്നാമത്തത് റഷ്യൻ റവല്യൂഷൻ. നാലാമത്തത് ചൈനീസ് റവല്യൂഷൻ. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഈ 4 വിപ്ലവങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഒന്നാമത് നോക്കിക്കോളിയും, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഏതൊരു വിപ്ലവം ചോദിക്കുകയാണെങ്കിലും ഹിസ്റ്ററിയിൽ റവല്യൂഷൻസിൽ 4 വിപ്ലവങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടത് വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ കോസ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ. അല്ലെങ്കിൽ ഏത് റവല്യൂഷൻ ചോദിച്ചാലും അതിൻ്റെ കാരണമാണ് ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ചോദിച്ചാലും, ഫ്രഞ്ച് വിപ്ലവം ചോദിച്ചാലും, ചൈനീസ് റവല്യൂഷൻ ചോദിച്ചാലും, റഷ്യൻ റവല്യൂഷൻ ചോദിച്ചാലും 4 വിപ്ലവങ്ങൾക്കും നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംസ്റ്റാൻസസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത് തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ്. എല്ലാ വിപ്ലവങ്ങളിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ് എഴുതുക. ഏറ്റവും അവസാനം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെർക്കൻറ്റലിസം ലോ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. എസ്സേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹിൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, മെർക്കൻറ്റലിസം എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനും ആൻസർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വരേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത വിപ്ലവത്തിലേക്ക് പോകാം. ഫ്രഞ്ച് റവല്യൂഷനാണ് നെക്സ്റ്റ് വിപ്ലവം എന്ന് പറയുന്നത്. അതിലും നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ കോസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാരണമുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടുത്തെ രാജാക്കന്മാർ ധൂർത്തന്മാരായിരുന്നു, അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം എഴുതി വെക്കുക. രണ്ടാമത്തത് ഫ്രഞ്ച് സൊസൈറ്റി ഉണ്ട്. 3 സൊസൈറ്റി ആയിട്ട് നമ്മൾ ഫ്രഞ്ച് സൊസൈറ്റിയെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അത് വിവരിക്കുക. അത് വിവരിച്ചതിന് ശേഷം തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ്, റൂസോ അടക്കമുള്ള തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇവൻറ്റ്സ്, 4 തരം ഇവൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം, അത് കഴിഞ്ഞിട്ട് ബാസ്റ്റൺ ജയിൽ തകർത്ത സംഭവം, അങ്ങനെ ഫ്രഞ്ച് സ്വതന്ത്രമാവുന്നത് വരെയുള്ള ഇവൻറ്റ്സിനെ കുറിച്ച് 4 ഇവൻറ്റ്സിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ലാസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ റവല്യൂഷൻസിനും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അത് മോട്ടിവേഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മക്കളെ നെക്സ്റ്റ് റവല്യൂഷനാണ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ നോക്കിക്കോളിയും. അതിലും നിങ്ങൾ എഴുതേണ്ടത് സർക്കംസ്റ്റാൻസസ്, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് കാരണങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് എഴുതുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് റൈറ്റേഴ്സ് ആൻഡ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ കാർൽ മാർക്സിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് ആദ്യം എഴുതിയതിന് ശേഷം നിങ്ങൾ വരേണ്ടത് ഇൻഫ്ലുവൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് വർക്കേഴ്സ് പാർട്ടി. ഫോർമേഷൻ ഓഫ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിക്കുകയും അത് മെൻഷവിക്കും ബോൾഷവിക്കുമായിട്ട് വിഭജിക്കുകയും അവ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് എന്തിൽ പറയുന്നത്, ഫോർമേഷൻ ഓഫ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബ്ലഡി സൺഡേ, കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, അതാണ് ബ്ലഡി സൺഡേ. നെക്സ്റ്റ് പറയുന്നുണ്ട് ഒക്ടോബർ റവല്യൂഷനും ഫെബ്രുവരി റവല്യൂഷനും, അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ടും. ഇതും അതിലെന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോകാം മക്കളെ, ചൈനീസ് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും. മക്കളെ ഇത് രണ്ടും ചുരുക്കിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ 2 വലിയ ബോക്സ് പഠിച്ചു പോകരുത്. ചെറുതായിട്ട് അതിന് ഒരു രൂപം കൊടുക്കുന്ന രൂപത്തിൽ മാത്രം എഴുതിയാൽ മതി, അത്രേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് അവിടെ പറയുന്നുണ്ട് ആ മാഞ്ചു ഡൈനാസ്റ്റിയൊക്കെ
മാറ്റിക്കൊണ്ട് ആര് വരുന്നുണ്ട്, ഡോക്ടർ സന്യാസൻ വരുന്നുണ്ട്. അദ്ദേഹം അവിടെ റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എസ് എഴുതുന്ന സമയത്തിൽ അടുത്തത് എഴുതേണ്ടത് ചിയാങ് കൈഷക്കും അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഓട്ടോക്രസിയുമാണ്. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിരുന്നു, ഒരു സൈനിക സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം കൊടുത്തുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പറയുന്നുണ്ട് മാവോ സെത്തിങ്ങും പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയും. മക്കളെ, മാവോ സെത്തിങ് എന്ന ആൾ വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന രൂപീകരിക്കുകയും ലോങ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ കാരണം അവിടെ എന്ത് സംഭവിക്കുകയാണ്, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന അങ്ങനെ സ്വതന്ത്രമാകുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിൽ പഠിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് SSLC എക്സാമിനുള്ള essay ക്വസ്റ്റ്യൻ ഒന്ന് പ്രതീക്ഷിക്കേണ്ടത്. മിക്കവാറും ചോദിക്കാറുള്ളത് ഫ്രഞ്ച് റവല്യൂഷൻ ഓർ ചൈനീസ് റവല്യൂഷൻ ആണ്. ചില സമയങ്ങളിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും റഷ്യൻ റവല്യൂഷനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ 4 റവല്യൂഷൻ ഇമ്പോർട്ടൻസ് എടുത്ത് പഠിക്കണം. ഒരു essay എഴുതേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. essay എഴുതുന്ന സമയത്ത് എന്താണോ ഹിൻഡ് തന്നിട്ടുള്ളത് ആ ഹിൻഡിനെ മാത്രം വിശദീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബട്ട് നിങ്ങൾക്ക് മറ്റുള്ള പോയിന്റുകൾ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. നിങ്ങൾ ഹിൻഡിനോട് കൂടി മറ്റുള്ള പോയിന്റുകളും കൂടി എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എഴുതി വെക്കാൻ ശ്രമിക്കുക. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഇതിലാകെ പഠിക്കേണ്ട 4 വിപ്ലവങ്ങളാണ്. ആദ്യം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, രണ്ടാമത് ഫ്രഞ്ച് റവല്യൂഷൻ, മൂന്നാമത് റഷ്യൻ റവല്യൂഷൻ, നാലാമത് ചൈനീസ് റവല്യൂഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റും, അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 2 ദ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റും. ഈ ചാപ്റ്ററും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണുള്ളത്. ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് വേൾഡ് വാർ പഠിക്കണം. രണ്ടാമത് നാസിസവും ഫാസിസവും. അടുത്തത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാമ്പത്തിക മാന്ദ്യം പഠിക്കണം. അടുത്തത് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം. അടുത്തത് പഠിക്കേണ്ടത് കോൾഡ് വാർ ആണ്. നെക്സ്റ്റ് അമേരിക്കൻ ഡൊമിനൻസ്, അമേരിക്കയുടെ ആധിപത്യം പഠിക്കണം. ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും പഠിക്കണം. നമുക്ക് ഓരോന്ന് നോക്കാം മക്കളെ. ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും SSLC എക്സാമിൻ്റെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇടവിട്ടുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ഇമ്പീരിയലിസം എഫക്റ്റ് ദ കോളനീസ്? എങ്ങനെയാണ് കോളനികളെ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം ബാധിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് പല തവണ SSLC എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാരും എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാതെ പോകാൻ പാടില്ല. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള കാരണമാണ്. കാരണം കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്രൈസിസ് വരെ പഠിച്ചിട്ടുണ്ട്. ബാൽക്കൺ ക്രൈസിസും അതുപോലെ മറ്റൊരു ക്രൈസിസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ക്രൈസിസ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇമ്പാക്ട്സ്, എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സംഭവിച്ചത്. ഫസ്റ്റ് വേൾഡ് വാറിൽ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്, ഒരു സംഘടന രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ എഴുതിയേക്കേണ്ടത്. നമ്മൾ ആ അലയൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പോകണം. രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാസിസവും നാസിസവും. ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഭാഗത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ എന്ത് ചെയ്യാൻ പറയും, കമ്പയർ ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ഫാസിസവും നാസിസവും എന്ത് ചെയ്യാൻ പറയാറുണ്ട്, കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫാസിസവും നാസിസവും കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഫാസിസം എന്താണ്, നാസിസം എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്. ഏകദേശം ഒരേപോലെ തന്നെയാണ്. രണ്ടിനും 2 ആളുകളാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ടുള്ള ആശയങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതോടുകൂടി നാസിസവും ഫാസിസവും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളതാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ പറയുന്നത് മക്കളെ കോസസും ഇമ്പാക്ട്സും തന്നെയാണ്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ആരൊക്കെയാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്, എന്താണ് യുദ്ധത്തിന് ശേഷം സംഭവിച്ച ആഫ്റ്റർ മാത്ത് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറും കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കുക. കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും നിങ്ങൾക്ക്. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതസമരം. നിങ്ങൾക്കറിയാൻ പറ്റും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള യുദ്ധമാണ് ഇതെന്ന് പറയുന്നത്. എങ്ങനത്തെ യുദ്ധമാണ്? വാളുമെടുത്ത് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരെങ്ങനെയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്? അവരുടെ ആശയപരമായിട്ടുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധത്തെക്കുറിച്ചും എക്സാമിന് ചോദിക്കാറുണ്ട്. കോൾഡ് വാർ USSRും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്, കോൾഡ് വാർ പറയുന്നത്. അങ്ങനെ USSRും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ USSR എന്ന് പറയുന്ന ഭാഗത്തിന് അവിടെ നമ്മൾ സോവിയറ്റ് യൂണിയൻ ഡിസിഗ്രേഷൻ സംഭവിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 ശക്തികളായിട്ട് മാറുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത പോയിന്റ് വരുന്നത്, അമേരിക്കൻ ഡൊമിനൻസ്.
അമേരിക്കൻ ഡൊമിനൻസ് ആണ് അടുത്ത് വരുന്നത്. അമേരിക്കയുടെ ആധിപത്യത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കാനുണ്ട്, അത് പഠിച്ചിട്ട് പോവുക. അടുത്തത് ന്യൂ എക്കണോമിക് പോളിസി. മക്കളെ, മിക്കവാറും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം. അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. അതായത് ഗ്ലോബലൈസേഷൻ നമ്മളെ രാജ്യത്തുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, ലോകത്തുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കോളി മക്കളെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മക്കളെ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പൊതുഭരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. 4 പോയിന്റുകളേ ഉള്ളൂ. ആ 4 പോയിന്റുകളും പഠിച്ചു വെക്കുക. അത് 3 മാർക്കിനോ 4 മാർക്കിനോ അതേപോലെ തന്നെ എന്തിന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ SSLC എക്സാമിനും മോഡൽ എക്സാമിനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് ബ്യൂറോക്രസി, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദം. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദം നിർബന്ധമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പഠിച്ചു വെക്കേണ്ട. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളുണ്ട്. ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പെർമനൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ്. 3 സിവിൽ സർവീസ് പറഞ്ഞിട്ട് സെൻട്രൽ സിവിൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്. ഇങ്ങനത്തെ 3 സിവിൽ സർവീസുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ 3 കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആ 3 കാര്യങ്ങളും ഇതുപോലെ തന്നെ 3 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. മക്കൾ, ഈ ഭാഗത്ത് നിന്ന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ പ്രധാനപ്പെട്ടതായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗവേൺസ് എന്ന് പറയുന്നത്. ഗവേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഗവേൺസ് നമ്മുടെ ഭരണകാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ചതാണ്. ആ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗവേൺസ് പഠിച്ചിരിക്കണം. അടുത്തതാണ് ലോക്പാലും ലോകായുക്തയും. അഴിമതിയും മറ്റും തടയാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ലോക്പാലും ലോകായുക്തയും. അതുപോലെ തന്നെയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇതും അതിന് തന്നെയാണ്. എന്തിനാണ്, നമ്മുടെ നാട്ടിലെ കറപ്ഷനും അതുപോലെ തന്നെ അഴിമതിയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് എന്തും കൊണ്ടുവന്നിട്ടുള്ളത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷനും കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് വർഷമാണ് നിലവിൽ വന്നത്, എന്ത് കാരണത്താലാണ് കൊണ്ടുവന്നത്, ആരാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് എന്നെല്ലാം എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഇതാണ് ചാപ്റ്റർ 3 ആകെ പഠിക്കാനുള്ള ഭാഗം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ ഗവേൺസ്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. മക്കളെ, ഇതിന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ച് റൈറ്റിംഗ് കൂടി അവിടെ പറയുന്നുണ്ട്. SLC എക്സാമിന് അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് എന്ത് ചെയ്തുകൊണ്ടും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4 ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. നമ്മളെ 4ാമത്തെ ചാപ്റ്ററാണ്. നോക്കിക്കോളയും, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. നമ്മളെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. അടുത്തത് പെസൻസ് റിവോൾട്ടും ട്രൈബൽ റിവോൾട്ടും, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. നോക്കാം നമുക്ക് മക്കളെ. ആദ്യത്തെ നോക്കാം, എന്താ പറഞ്ഞിട്ടുള്ളത്, ലാൻഡ് റവന്യൂ സിസ്റ്റം. ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഭൂ സംവിധാനം അല്ലെങ്കിൽ ഭൂ ആരുടെ കയ്യിലൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഈ വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ്, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിനെ കുറിച്ചിട്ടാണ് മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളത്. മറ്റുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ബട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് നിർബന്ധമായിട്ടും പഠിക്കാതെ പോകാൻ പാടില്ല. ആ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ റൈറ്റ് വാരി സിസ്റ്റം, മൂന്നാമത്തത് മഹൽ വാരി സിസ്റ്റം. മക്കളെ, തിരിച്ചു വരാം നമുക്ക്. പെസൻസ് റിവോൾട്ട്. 2 പെസൻസ് റിവോൾട്ടിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. 2 തരം പെസൻസ് റിവോൾട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ 2 പെസൻസ് റിവോൾട്ടിനെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ. നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് പെസൻസ് റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോ റിവോൾട്ടാണ്. ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തെ റിവോൾട്ട് എന്ന് പറയുന്നത് മലബാർ റിവോൾട്ടാണ്. ആ മലബാർ റിവോൾട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ മലബാർ റിബിലിയനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഇതാണ് പെസൻസ് റിവോൾട്ടിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ട്രൈബൽ റിവോൾട്ട്. ട്രൈബൽ റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. 2 കുറിച്യ കുറുമ്പന്മാരുടെ റിവോൾട്ടും അതുപോലെ തന്നെ സാന്താൾ റിവോൾട്ടുമാണ് അതിൽ ചർച്ച ചെയ്യാനുള്ളത്. അടുത്തത് മക്കളെ
ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ റൈഫിൾസ് ഉപയോഗിക്കാൻ പറഞ്ഞതും അത് ഉപയോഗിക്കാൻ മുസ്ലിം ഹിന്ദുക്കളുടെ അവരുടെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതും അതിനെതിരെ അവിടുത്തെ ആൾക്കാർ പൊരുതിയതും അങ്ങനെ ഡൽഹി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പിടിച്ചടക്കിയതും ആ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1857 നടന്നിട്ടുള്ളതാണ്. അതെന്തായാലും ചോദിക്കാറുണ്ട്. ഏറ്റവും അവസാനം ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. മക്കളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 5 റീസൺസ് ഉണ്ടാവും. അതിന് ആ 5 റീസൺസ് മാത്രം പഠിച്ചാൽ മതി. അതാണ് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അതായത് തദ്ദേശീയമായിട്ടുള്ള ഇൻഡസ്ട്രീസ് തകരാനുള്ള കാരണങ്ങൾ. നമുക്ക് എന്താണ് ട്രെയിനിൻ്റെ വരവുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തതുണ്ട്, മെഷീനറീസ് യൂസ് ചെയ്തതുണ്ട്. അങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 റീസൺസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം മക്കളെ. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം. മക്കളെ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നാണ് SLC എക്സാമിന് എല്ലാ വർഷവും മാച്ച് ദ ഫോളോയിങ്ങിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. നോക്കിക്കോളിയും. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10-20ഓളം സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ വരാൻ കാരണമായത് എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം പഠിക്കണം. നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം അതിൽ പഠിക്കേണ്ടത് സോഷ്യൽ റിഫോംസ്. അവർ നടത്തിയിട്ടുള്ള കുറച്ച് പ്രൊപ്പോസൽസ് ഉണ്ട്. അവർ നടത്തിയുള്ള കുറച്ച് എന്തുണ്ട്, പ്രൊപ്പോസൽസ് ഉണ്ട്. ആ പ്രൊപ്പോസൽസ് കാണും ഇറാഡിക്കേറ്റ് സോഷ്യൽ ലെവൽസ്, മറ്റുള്ള കുറച്ച് പോയിന്റുകളൊക്കെ നൽകിയിട്ട് എന്തുണ്ടാവും, 5ഓളം പോയിന്റുകൾ അതും നൽകിയിട്ടുണ്ട്. ആ പ്രൊപ്പോസൽസ് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. അത് 3 മാർക്കിനോ 4 മാർക്കിനോ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കിക്കോളൂ, തിരിച്ചു വരാം. ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത്, ന്യൂസ് പേപ്പേഴ്സ് കൊണ്ട് എങ്ങനെയാണ് നാഷണലിസം കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റുകളുണ്ട്. അതും ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച് പഠിച്ചേക്കണം. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ. രാജ്യത്ത് കുറേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചേക്കണത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര്, അത് ഏത് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുള്ള നേതാവിൻ്റെ പേര്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടുന്ന് പഠിച്ചു വെക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യം ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. ഈ 2 കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SLC എക്സാമിന് കുറവാണ്. മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും നാഷണലിസം എങ്ങനെയാണ് ലിറ്ററേച്ചർ ഉണ്ടാക്കിയത്, ആർട്സ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും കണ്ടുവന്നിട്ടുള്ളത്. അതും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ബട്ട് ഇമ്പോർട്ടൻസ് മറ്റു 3 അപേക്ഷിച്ച് എന്താണ്, കുറവാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം മക്കളെ. അടുത്ത ഭാഗം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. 6ാമത്തെ ചാപ്റ്ററാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ മക്കളെ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. ആദ്യം പഠിക്കേണ്ടത് ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. 3 സമരങ്ങളുണ്ട്. ആ 3 സമരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. 3 സമരങ്ങളും പഠിച്ചിട്ട് SLC എക്സാമിന് നിങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. രണ്ടാമത്തത് റൗലറ്റ് ആക്ട്. 3 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കാൻ കാരണം എല്ലാ വർഷവും ചോദിച്ചു കണ്ടിട്ടുണ്ട് റൗലറ്റ് ആക്ട്. മൂന്നാമത്തത് നാഷണൽ മൂവ്മെൻറ്റ്സ്. കുറേ നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ട്. ഒരു 3 നാഷണൽ മൂവ്മെൻ്റ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. നാഷണൽ മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഒന്നാമത്തത്. രണ്ടാമത്തത് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അടുത്തത് ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 3 മൂവ്മെൻറ്റാണ് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. മക്കളെ ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ വരാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. ഇത് പഠിക്കാതെ പോകരുത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിലൊരു ഭാഗം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അൾട്ടർനേറ്റീവ് പാത്സ് എന്ന് പറയുന്ന ഭാഗം. അൾട്ടർനേറ്റീവ് പാത്സിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് മക്കളെ, നിങ്ങൾക്ക് അവിടെ 10-30ഓളം സംഘടനകളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതിലാകെ പഠിച്ചു വെക്കേണ്ടത് 6 സംഘടനകളെ കുറിച്ച് മാത്രമാണ്. 6 സംഘടനകളെ കുറിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം മക്കളെ. ശ്രദ്ധിച്ച് കേൾക്കുക. ആ സംഘടനകളാണ് ഈ 6 സംഘടനകൾ മാത്രം. 36 സംഘടനകളുണ്ട്. ഈ സംഘടനകളെ കുറിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നോക്കിക്കോളിയും. ആദ്യത്താണ് സ്വരാജ് പാർട്ടി. ഇത് പാർട്ടിൻ്റെ പേര് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, പാർട്ടിയുടെ പേര് പഠിക്കണം, ആരാണ് കൊണ്ടുവന്നെന്ന് പഠിക്കണം, ഏത് വർഷമാണെന്ന് പഠിക്കണം. സ്വരാജ് പാർട്ടിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ അസോസിയേഷൻ ആണ്. മൂന്നാമത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. നാലാമത്തത് ഫോർവേഡ് ബ്ലോക്ക്. അഞ്ചാമത്തത് എന്താണ്, AITUC, AIKC. AITUC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്. AIKC എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കിസാൻ സഭയാണ്. ഇത് ഈ 6 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് SLC എക്സാമിന് ഇതേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, ഇതേ ചോദിക്കാറുള്ളൂ. ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, പോകരുത്. ഇതിൻ്റെ വർഷം പഠിക്കണം, ആരാണ് കൊണ്ടുവന്നെന്ന് പഠിക്കണം, എവിടെയാണ് കൊണ്ടുവന്നെന്നും പഠിക്കണം. ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്ത് കഴിഞ്ഞു മക്കളെ, ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം നമുക്ക്. ചാപ്റ്റർ 8 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്.
ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സംയോജിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്താണ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുക. അതും ഇതുപോലെ തന്നെ എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. കുറച്ച് എഡ്യൂക്കേഷൻ പോളിസികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3-4 എഡ്യൂക്കേഷൻ പോളിസികൾ അതിൽ പറയുന്നുണ്ട്. ആ 4ഉം പഠിച്ചു വെക്കണം. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അടുത്തത് മക്കളെ മറക്കാൻ പാടില്ല, എല്ലാ SLC എക്സാമിനും ഈ 2 കാര്യങ്ങളിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഓർ ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2018 ശേഷം കണ്ടിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസും ഇന്ത്യാസ് ഫോറിൻ പോളിസിയും. രണ്ടും പഠിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മോഡൽ എക്സാമിനോ SSLC എക്സാമിനോ പോകാൻ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 8 കേരള ടുവാർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും വളരെ കുറച്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, 4 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. എന്നാലും പഠിക്കണം മക്കളെ. കൾച്ചറൽ നാഷണലിസം പോലെ തന്നെ മറ്റൊരു മാച്ച് ദ ഫോളോയിങ് അടക്കമുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് കേരള ടുവാർഡ്സ് മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചാപ്റ്ററിൽ വർഷം ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ സംഭവങ്ങൾ ചോദിച്ചിട്ട് വർഷം ക്രമീകരിക്കാൻ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കേരള ടുവാർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം നോക്കിക്കൊള്ളിയും, പയശ്ശി റിവോൾട്ട്. ഒന്നാമത്തത് പയശ്ശി റിവോൾട്ടാണ്. രണ്ടാമത്തത് കുണ്ടറ പ്രൊക്ലമേഷൻ ആണ്. ശ്രദ്ധിച്ചു കേൾക്കുക. കുണ്ടറ പ്രൊക്ലമേഷൻ പറയുന്ന സമയത്ത് ലാൻഡ് റിലേഷനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ 4 ലാൻഡ് റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവൻകൂറിലെ 2 സംഭവങ്ങൾ, മലബാറിലെയും കൊച്ചിയിലെയും ലാൻഡ് റിലേഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹ ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും രണ്ടും തന്നെ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയിട്ടുണ്ടായതാണ്. രണ്ടും ക്ഷേത്ര പ്രവേശനത്തിനാണ്. റൈറ്റ് ടു ട്രാവൽ എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുണ്ടായതാണ്. രണ്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട സംഭവങ്ങളാണ്. അടുത്തത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ. അവിടെ മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മളെ കൾച്ചറിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളുടെ ഹെൽത്ത് സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതാണ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചറിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് മലബാർ, കൊച്ചി, ട്രാവൻകൂർ. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നിന്നാണ് മിക്കവാറും എന്ത് വരാറുള്ളത്, സംഭവങ്ങൾ തന്നിട്ട് നിങ്ങളോട് വർഷം എഴുതാൻ ക്രമീകരിക്കാനൊക്കെ ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ മലബാറിനെ കുറിച്ച് നോക്കാം. മലബാറിനെ കുറിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക, മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് എന്ന് പറയുന്നതുണ്ട്. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെയാണ്, ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്, ആരൊക്കെയാണ് അതിൻ്റെ നേതാക്കൾ, ഏറ്റവും അവസാനത്തെ സമ്മേളനം എന്താണ്, ആ സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്തത് എന്താണ്, അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. രണ്ടാമതായിട്ട് അവിടെ പഠിച്ചേക്കണത് ഖിലാഫത്ത് മൂവ്മെൻറ്റും മലബാർ കലാപവുമാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റിന് ആരാണ് നേതൃത്വം നൽകിയത്, എങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാരുമായിട്ട് പൊരുതിയത്. രണ്ടാമത്തെ മലബാർ കലാപമാണ്. മലബാർ കലാപം മലബാറിൽ എവിടെയൊക്കെയാണ് നടന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അവിടെ പറയാനുള്ളത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് കേരളത്തിലേക്ക് എത്തുകയാണ്. അതിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്, ഏതൊക്കെ നിയമങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കേരളക്കാർ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാണ്ട് മലബാറിൽ നിങ്ങൾ പഠിച്ചു വെക്കാണ്ട്. നെക്സ്റ്റ് അടുത്ത് നോക്കാം നമുക്ക് കൊച്ചിയിൽ നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് മക്കളെ ഇലക്ട്രിസിറ്റി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറിയതുമായിട്ടുള്ള ഒരു സംഭവം മാത്രമേ എന്തിൽ പഠിച്ചേക്കാനുള്ളൂ, കൊച്ചിയിൽ പഠിച്ചേക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചി അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് നോക്കിക്കോളൂ ട്രാവൻകൂറിൽ മക്കളെ 2 മെമ്മോറിയൽ പഠിച്ചേക്കണം, മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഈവ മെമ്മോറിയലും. ഏത് വർഷമാണ് നടന്നത്, എവിടെ വെച്ചിട്ടാണ് നടന്നത്, എല്ലാം നിങ്ങൾ പഠിച്ചേക്കണം. ഏറ്റവും അവസാനം പുന്നപ്ര വയലാർ ഇഷ്യൂ, അതും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അതും പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് മക്കളെ ചാപ്റ്റർ 9 സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. മക്കളെ ഈ പുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. 8 മാർക്ക് മുതൽ ഓർ ക്വസ്റ്റ്യൻ അടക്കം 12 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പഠിക്കാൻ സിമ്പിളാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ചാപ്റ്ററാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഈസ് സ്റ്റേറ്റ്, എന്താണ്
രാഷ്ട്രം എന്നുള്ള കാര്യം പഠിക്കണം. രണ്ടാമത്തത് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പഠിക്കണം. മൂന്നാമത്തത് ഒറിജിൻ തിയറി ഓഫ് സ്റ്റേറ്റും സിറ്റിസൺഷിപ്പ് എന്നതും പഠിക്കണം മക്കളെ. സിറ്റിസൺഷിപ്പ് എന്താണെന്നുള്ളതും പഠിക്കണം. ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കുക. വാട്ട് ഈസ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്ന് പഠിച്ചിരിക്കണം. ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ്, 2 തരം ഫങ്ഷൻസ് ഉണ്ട്. ആ 2 തരം ഫങ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. മൂന്നാമത്തത് പറയുന്നുണ്ട് ഒറിജിൻ തിയറി ഓഫ് സ്റ്റേറ്റ്, എങ്ങനെയാണ് ഒരു രാഷ്ട്രം രൂപം കൊണ്ടത്. 4 തിയറീസ് ഉണ്ട്. 4 തിയറീസും പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഏറ്റവും അവസാനം സിറ്റിസൺഷിപ്പ്, പൗരത്വം. 2 തരം പൗരത്വം ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇത് രണ്ടും പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമിലേക്ക് പോകാൻ പാടുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അടുത്തത്, ഒരു സ്റ്റേറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 4 ബേസിക് ഫാക്ടേഴ്സ് വേണം. ഒന്നാമത്തത് പോപ്പുലേഷൻ ആണ്, രണ്ടാമത്തത് ടെറിറ്ററി ആണ്, മൂന്നാമത്തത് ഗവൺമെൻറ് ആണ്, ഏറ്റവും അവസാനം സോവറിനിറ്റി ആണ്. നെക്സ്റ്റ് നോക്കിക്കോളി മക്കളെ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്. എല്ലാവർക്കും അറിയാൻ പറ്റും 2 തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഒരു സ്റ്റേറ്റിനുള്ളത്. എന്തൊക്കെയാണ്? ഒബ്ലിഗേറ്ററി ഫങ്ഷൻസും ഡിസ്ക്രിഷണറി ഫങ്ഷൻസും ഉള്ളത്. നിർബന്ധിതമായിട്ടുള്ള ചുമതലകളും വിവേചനപരമായിട്ടുള്ള ചുമതലകളും. ഈ 2 ചുമതലകളും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പഠിച്ചിട്ടേ എന്തിന് പോകാൻ പാടുള്ളൂ, എക്സാമിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അടുത്ത് നോക്കാം മക്കളെ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. 10ാമത്തെ ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നസ്. കുറച്ച് മാർക്കിന് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയുള്ളൂ. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ചാപ്റ്ററിൻ്റെ പേര് സിവിക് കോൺഷ്യസ്നസ് ആണ്. നോക്കാം നമുക്ക് മക്കളെ. ആദ്യം നിങ്ങൾ പഠിച്ചേണ്ടത് എന്താണ് പൗരത്വം, എന്താണ് സിവിക് കോൺഷ്യസ്നസ് എന്ന് പഠിച്ചേക്കണം. എന്തൊക്കെ ഘടകങ്ങൾ കാരണമാണ് സിവിക് കോൺഷ്യസ്നസ് ഉണ്ടാവുമെന്ന് പഠിച്ചേക്കണം. 4 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ 4 ഫാക്ടേഴ്സും പഠിച്ചു വെക്കുക. ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കണം മക്കളെ. ചാപ്റ്റർ 11 സോഷ്യോളജി, വാട്ട് ആൻഡ് വൈ. അതേപോലെ തന്നെ ഒരു ചാപ്റ്ററാണ്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ആദ്യം പഠിച്ചേണ്ടത് എന്താ പഠിച്ചേണ്ടത്, വാട്ട് ഈസ് സോഷ്യോളജി. രണ്ടാമത് പഠിച്ചേണ്ടത് വൈ സ്റ്റഡി സോഷ്യോളജി, എന്താണ് സമൂഹശാസ്ത്രം, എന്തിനാണ് സമൂഹശാസ്ത്രം പഠിക്കുന്നത്. അടുത്തത് മക്കളെ, എങ്ങനെയാണ് സമൂഹശാസ്ത്രം പഠിക്കുക, എങ്ങനെയാണ് സോഷ്യോളജി സ്റ്റഡി ചെയ്യുക. 4 മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് 3 മെത്തേഡാണ് മക്കളെ. ഒന്നാമത്തത് സോഷ്യൽ സർവേ, രണ്ടാമത്തത് ഇൻ്റർവ്യൂ, ഏറ്റവും അവസാനം എന്താ പറഞ്ഞിട്ടുള്ളത്, ഒബ്സർവേഷൻ. ഈ 3 മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതോടുകൂടി സോഷ്യോളജി കഴിഞ്ഞു. സോഷ്യോളജിയുടെ അവസാനം ഒരു ഭാഗങ്ങളുണ്ട്. സോഷ്യോളജിയുടെ ഏരിയാസ് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു 4 പോയിൻ്റേ ഉള്ളൂ, ഒരു 4 വിഭാഗങ്ങളേ ഉള്ളൂ, 4 ശാഖകളേ ഉള്ളൂ. ആ 4 ശാഖകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു, നിങ്ങളുടെ ചാപ്റ്റർ 11 അവസാനിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ ഹിസ്റ്ററി പാഠങ്ങളെല്ലാം അവസാനിച്ചു. ചാപ്റ്റർ അവസാനിച്ചു മക്കളെ. ശ്രദ്ധിച്ചു കേൾക്കുക. SSLC എക്സാമിനും അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ എന്തിനു പോകാൻ പറ്റുള്ളൂ, എക്സാമിന് പോകാൻ പാടുള്ളൂ. ആ എക്സാം കൃത്യമായിട്ട് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല വിധത്തിൽ ഭാവി പഠനത്തിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.